നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മരുന്നാണ് സാരഡോൺ. വെറും 40 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ മരുന്ന് മിനിറ്റുകൾക്കുള്ളിൽ തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്നു. ജർമ്മൻ മൾട്ടിനാഷണൽ കമ്പനിയായ ബെയർ ആണ് ഇത് നിർമ്മിക്കുന്നത്. എന്നാൽ ഇതേ കമ്പനി തന്നെ 2008 ഇന്ത്യയിൽ മറ്റൊരു മരുന്ന് അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് നെക്സാവർ. കിഡ്നി, ലിവർ ക്യാൻസർ എന്നിവയുടെ അവസാന ഘട്ടത്തിൽ രോഗികൾക്ക് നൽകുന്ന അതിപ്രധാനമായ ഒരു മരുന്നാണിത്. രോഗിയുടെ ആയുസ് 4 മുതൽ 5 വർഷം വരെ വർദ്ധിപ്പിക്കുവാൻ ഈ മരുന്നിന് സാധിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു മാസത്തെ ചികിത്സയ്ക്ക് ബെയർ നിശ്ചയിച്ച വില എത്രയാണെന്നറിയാമോ? 2,80,000 രൂപ. ഭൂരിഭാഗം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ്. ഈ അമിത വിലയെക്കുറിച്ച് ബ്ലൂംബെർഗ് ഒരിക്കൽ ബെയർ സിഇഒയോട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ജീവൻ രക്ഷിക്കാൻ ശേഷിയുള്ള ഇത്തരം മരുന്നുകൾ പാവപ്പെട്ട ഇന്ത്യക്കാർക്കുള്ളതല്ല, മറിച്ച് സമ്പന്നരായ പാശ്ചാത്യർക്ക് മാത്രമുള്ളതാണ് എന്നതായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ ഇന്ത്യ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒറ്റ രാത്രി കൊണ്ട് ആ മരുന്നിന്റെ വില 2,80,000 നിന്ന് വെറും 8,800 രൂപയായി കുറഞ്ഞു. ഏകദേശം 97% ഡിസ്കൗണ്ട്. ആഗോള മരുന്ന് വിപണിയെ തന്നെ മാറ്റിമറിച്ച ഇന്ത്യയുടെ ആ നിയമ പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്. ലോകത്തിലെ ജീവരക്ഷാ മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ ആഗോള നിയമങ്ങളിൽ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുകയും വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്ന് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ 40% ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ലോകത്തിലെ വാക്സിനുകളുടെ 60% ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഇത് ഇന്ത്യയെ ലോകത്തിന്റെ ഫാർമസിയാക്കി മാറ്റുന്നു. 1970 മുൻപ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പഴയ പേറ്റന്റ് നിയമങ്ങളാണ് പിന്തുടർന്നിരുന്നത്. പക്ഷേ 1970 ഇന്ത്യൻ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇത് സത്യത്തിൽ ഇന്ത്യൻ ഫാർമസി മേഖലയുടെ അടിത്തറ മാറ്റിയ തീരുമാനമായിരുന്നു. 1970 ഈ പാറ്റന്റ് നിയമത്തിൽ ഭക്ഷണം, രാസവസ്തുക്കൾ, മരുന്നുകൾ തുടങ്ങിയ അത്യാവശ്യ വസ്തുക്കൾക്ക് പ്രോസസ് പാറ്റന്റ് മാത്രമേ നൽകാവൂ എന്നും പ്രൊഡക്റ്റ് പാറ്റന്റ് നൽകില്ലെന്നും തീരുമാനിച്ചു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രൊഡക്റ്റ് പാറ്റന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. വിശദമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഡ്രഗ് മോളിക്യൂൾ കണ്ടുപിടിച്ചാൽ ആ ഉൽപ്പന്നത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നിങ്ങൾക്കായിരിക്കും. മറ്റൊരു വ്യക്തിക്കും അത് നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ മരുന്നുകളുടെ കാര്യത്തിൽ പ്രോസസ് പാറ്റന്റിലേക്ക് മാറി. ഇതിനർത്ഥം നിങ്ങൾക്ക് മരുന്നിന്മേൽ പാറ്റന്റ് എടുക്കാൻ കഴിയില്ല, അത് നിർമ്മിക്കുന്ന രീതിക്ക് മാത്രമേ പാറ്റന്റ് ലഭിക്കൂ എന്നാണ്. ഇത് വലിയൊരു ചാൻസ് ആയിരുന്നു. ഉദാഹരണത്തിന്, ഇംഗ്ലണ്ടിലെ ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് കണ്ടുപിടിച്ച ഹൃദ്രോഗത്തിനുള്ള മരുന്നാണ് പ്രൊപ്രാനോളോൾ. സിപ്ലയുടെ ഉടമയും സയന്റിസ്റ്റുമായ ഡോക്ടർ ഹമീദ് ഈ മരുന്നെടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അതിന്റെ നിർമ്മാണ രീതി മാറ്റുകയും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്കാർക്ക് നൽകുകയും ചെയ്തു. ഇത് നിയമപരമായിരുന്നു. അടുത്ത ഉദാഹരണം, എയ്ഡ്സിനുള്ള മരുന്ന് ഫോറിൻ കമ്പനികൾ ആഫ്രിക്കയിൽ ഒരു വർഷത്തേക്ക് $12,000 വിൽക്കുകയായിരുന്നു. സിപ്ല എന്ത് ചെയ്ത്? അവർ ഈ മരുന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഒരു വർഷത്തേക്ക് വെറും 22,000 രൂപയ്ക്ക് നൽകി. ഇത് ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, റാൻബാക്സി തുടങ്ങിയ കമ്പനികൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വിദഗ്ധരായി. അമേരിക്കയിൽ $1,000 വിലയുള്ള മരുന്നുകൾ അവർ പുതിയ രീതിയിൽ നിർമ്മിച്ച് ലോകമെമ്പാടും $10 വിറ്റു. 1990കളോടെ ഇന്ത്യ മരുന്നുകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുകയും വികസ്വര രാജ്യങ്ങളിലേക്ക് വില കുറഞ്ഞ മരുന്നുകൾ കയറ്റുമതി ചെയ്യാനും തുടങ്ങി. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് 1991 ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായത്. കയ്യിൽ വിദേശ നാണ്യം ഇല്ലാത്തതുകൊണ്ട് സ്വർണം പണയം വെക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ലോക വ്യാപാര സംഘടനയുടെ ഭാഗമായി. WTOയിൽ അംഗമായപ്പോൾ അവർ ഒരു നിബന്ധന വെച്ചു. ഇന്ത്യ പഴയതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താൻ പാടില്ല. പകരം വിദേശ രാജ്യങ്ങളെ പോലെ പ്രൊഡക്റ്റ് പാറ്റന്റ് കൊണ്ടുവരണം. വിദേശ മരുന്നുകൾ ഇനി ഇവിടെ വില കുറച്ച് കിട്ടില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ച സമയം ഇന്ത്യ രണ്ടാമത്തെ മാസ്റ്റർ സ്ട്രോക്ക് കൊണ്ടുവന്നു. 2005 നമ്മൾ പ്രൊഡക്റ്റ് പാറ്റന്റ് കൊണ്ടുവന്നെങ്കിലും നമ്മുടെ നിയമത്തിൽ സെക്ഷൻ 3D എന്നൊരു ചെറിയ വകുപ്പ് ചേർത്തു. ഈ ചെറിയ വകുപ്പാണ് ഇന്ന് മരുന്ന് കമ്പനികളുടെ പേടി സ്വപ്നം. സെക്ഷൻ 3D മനസ്സിലാക്കാൻ ഫാർമ കമ്പനികൾ എങ്ങനെയാണ് പാറ്റന്റ് നിയമം ദുരുപയോഗം ചെയ്യുന്നതെന്ന് അറിയണം. ഒരു പാറ്റന്റ് 20 വർഷത്തേക്കാണ് ലഭിക്കുന്നത്. അത് കഴിയുമ്പോൾ മരുന്നിന്റെ ജനറിക് പതിപ്പ് നിർമ്മിക്കാം. ഇത് തടയാൻ കമ്പനികൾ മരുന്നിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീണ്ടും പാറ്റന്റിന് അപേക്ഷിക്കും. ഇതുവഴി അവർക്ക് വീണ്ടും 20 വർഷം കൂടി അധികമായി ലഭിക്കും. ഇതിനെ എവർഗ്രീനിങ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സെക്ഷൻ 3D ഈ എവർഗ്രീനിങ് തടയാൻ വേണ്ടിയുള്ളതാണ്.
പഴയ മരുന്നിന്റെ പുതിയ രൂപത്തിന് പാറ്റന്റ് നൽകണമെങ്കിൽ അതിന് പഴയതിനേക്കാൾ മികച്ച രോഗശമന ശേഷി ഉണ്ടെന്ന് തെളിയിക്കണം. പുതിയ മരുന്ന് പഴയതിനേക്കാൾ മികച്ചതല്ലെങ്കിൽ പാറ്റന്റ് ലഭിക്കില്ല. ഈ നിയമം ഇന്ത്യയും ലോകത്തിലെ വലിയ മരുന്ന് കമ്പനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെച്ചു. സ്വിസ് കമ്പനിയായ നോവാർട്ടിസ് ആണ് ആദ്യം രംഗത്ത് വരുന്നത്. ഗ്ലീവക് എന്ന അവരുടെ ക്യാൻസർ മരുന്നിന് 1993 പാറ്റന്റ് ലഭിച്ചിരുന്നു. 1998 അതിന്റെ പുതിയൊരു പതിപ്പിന് ഇന്ത്യയിൽ പാറ്റന്റ് ലഭിക്കാൻ അവർ ശ്രമിച്ചു. അമേരിക്കയിൽ ഇത് എളുപ്പത്തിൽ ലഭിച്ചു. എന്നാൽ ഇന്ത്യയിൽ പാറ്റന്റ് ഓഫീസ് അത് നിരസിച്ചു. പുതിയ മരുന്നിന് പഴയതിനേക്കാൾ വലിയ മാറ്റമില്ലെന്ന് അവർ സെക്ഷൻ 3D വഴി ചൂണ്ടിക്കാട്ടി. നോവാർട്ടിസ് കോടതിയിൽ പോയി കേസ് സുപ്രീം കോടതി വരെ എത്തി. 2013 കോടതി നോവാർട്ടിസിനെതിരെ വിധിച്ചു. ഇന്ന് നോവാർട്ടിസിന് ഈ മരുന്ന് ഒരു മാസത്തേക്ക് 1,17,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇന്ത്യൻ ജനറിക് പതിപ്പിന് വെറും 8,000 രൂപയേ ഉള്ളൂ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാറ്റമാണ്. സെക്ഷൻ 3D എവർഗ്രീനിങ് തടഞ്ഞെങ്കിലും അത് മാത്രം മതിയായിരുന്നില്ല. കാരണം ജീവരക്ഷാ മരുന്നുകൾക്ക് വേണ്ടി 20 വർഷം പാറ്റന്റ് തീരുന്നതുവരെ കാത്തിരിക്കുന്നത് പ്രായോഗികമല്ല. ഇവിടെയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ തന്ത്രം വരുന്നത്, കമ്പൽസറി ലൈസൻസിങ്. നമ്മുടെ ബെയർ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അവരുടെ നെക്സാവർ മരുന്നിന് ഇന്ത്യയിൽ കൃത്യമായ പാറ്റന്റ് ഉണ്ടായിരുന്നു. ക്യാൻസർ രോഗികൾക്ക് ഇത് അത്യാവശ്യവുമായിരുന്നു. എന്നാൽ മാസത്തിൽ 2.8 ലക്ഷം രൂപ എന്നത് ആർക്കും താങ്ങാവുന്നതിലും അധികമാണ്. ബെയർ സിഇഒ ഈ മരുന്ന് പണമുള്ള വിദേശീയർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പാറ്റന്റ് ആക്ട് സെക്ഷൻ 84 നടപ്പിലാക്കി. ഈ നിയമപ്രകാരം 3 സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയുടെ മരുന്ന് മറ്റൊരു ഇന്ത്യൻ കമ്പനിക്ക് നിർമ്മിക്കാൻ സർക്കാർ അനുവാദം നൽകും. പൊതുജനങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ, മരുന്നിന് താങ്ങാനാവുന്ന വിലയല്ലെങ്കിൽ, മൂന്നാമത് മരുന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ലെങ്കിൽ. ഇത് കാരണം നാറ്റ്കോ ഫാർമ എന്ന ഇന്ത്യൻ കമ്പനിക്ക് നെക്സാവർ നിർമ്മിക്കാൻ ലൈസൻസ് ലഭിച്ചു. അവർ മാസത്തിൽ വെറും 8,800 രൂപയ്ക്കും മരുന്ന് വിറ്റു. ഇന്ത്യ നൽകിയ ആദ്യത്തെ കമ്പൽസറി ലൈസൻസ് ആയിരുന്നു അത്. ലാഭത്തേക്കാൾ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് ഇന്ത്യ വില നൽകുന്നതെന്ന് ഇത് തെളിയിച്ചു. ഈ വിജയങ്ങൾ ലോകത്തെ തന്നെ സഹായിച്ചു. ഇന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ മരുന്ന് നിർമ്മാതാക്കളാണ്. ആഫ്രിക്കയിലെ 50% മരുന്നുകളും US-ലെ 40% മരുന്നുകളും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇതൊരു വിജയകഥയാണെങ്കിലും ഇന്ത്യക്ക് വലിയൊരു പരിമിതിയുണ്ട്. മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ആന്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ ഇന്ത്യ 90% മുതൽ 100% വരെ ചൈനയെയാണ് ആശ്രയിക്കുന്നത്. 1990കളിൽ ചൈന അവരുടെ കെമിക്കൽ മേഖലയ്ക്ക് വലിയ സബ്സിഡി നൽകി വളർത്തി. അതോടെ ഇന്ത്യൻ കമ്പനികൾ സ്വന്തമായി നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭം ചൈനയിൽ നിന്ന് വാങ്ങുന്നതാണെന്ന് കണ്ടു. ഇന്ന് ചൈനയുമായി ഒരു അതിർത്തി തർക്കമോ മറ്റോ ഉണ്ടായാൽ ഇന്ത്യയിലെ ഫാർമസി മേഖല ദിവസങ്ങൾക്കുള്ളിൽ പൂട്ടേണ്ടി വരും. ഈ അപകടം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സർക്കാർ PLI പദ്ധതി ആവിഷ്കരിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി ഇന്ത്യയിൽ തന്നെ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. ഇന്ന് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് നൽകുന്നതിൽ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു. ഇനി വരും കാലങ്ങളിൽ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിലും ഇന്ത്യ മുന്നിലെത്തണം.